മേക്ക് ഇറ്റ് സിമ്പിളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് മെട്രിക്സ് ആണ്. മെട്രിക്സിലെ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് എന്താണെന്നുള്ളത് എനിക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് അതായത് ABN M/N മെട്രിക്സ്, then the matrix obtained by interchanging the rows and columns of a matrix A is called the transpose of matrix. ശ്രദ്ധിക്കുക, interchanging the rows and columns of a matrix A. അതായത് A equal to 1 2 3 4 ആണെങ്കിൽ A ട്രാൻസ്പോസ് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഒന്ന് അതിന്റെ മേലെ ഒരു ഡാഷ് ഇല്ലെങ്കിൽ അതിന്റെ മേലെ ഒരു ടി വേണമെങ്കിലും ഇടാം. ഇങ്ങനെ ഇട്ടാൽ നമ്മൾ വായിക്കുന്നത് A ട്രാൻസ്പോസ് ആണ്. ശ്രദ്ധിക്കുക, A ട്രാൻസ്പോസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞു ഇന്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ് A. അതായത് ഈ A പറഞ്ഞ മെട്രിക്സിന്റെ റോസിന് എന്താക്കി എഴുതുക, കോളം ആക്കി എഴുതുക. ഒന്നുമില്ല, ഫസ്റ്റ് റോ നമ്മുടെ ഇവിടെ എന്താണ് 1 2 ആണ്, അതിന് സ്ട്രൈറ്റ് ആയിട്ട് എന്താക്കി എഴുതുക, കോളം ആക്കി എഴുതുക. അടുത്ത റോ എന്താണ് 3 4, അതിന് എന്താക്കി എഴുതുക, കോളം ആക്കി എഴുതുക. ശരിയായോ? അപ്പൊ അത് A ട്രാൻസ്പോസ് ആയി. ശ്രദ്ധിക്കുക, A ട്രാൻസ്പോസ് പറഞ്ഞാൽ ഇന്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ് A, കാൾഡ് ദ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് A. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓർത്തഗണൽ മെട്രിക്സ് എന്താണെന്നുള്ളതാണ്. സോറി, അതിന് മുമ്പ് ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസും കൂടി ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കുക. ട്രാൻസ്പോസിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് A ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ചെയ്തതിന് നമുക്ക് എന്തായിരിക്കും കിട്ടുക, A ആയിരിക്കും കിട്ടുക. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, A ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും, A ആയിരിക്കും. അതായത് ഇപ്പോ ഏതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, A ട്രാൻസ്പോസ് എനിക്ക് എന്താ കിട്ടിയത് 1 3 2 4 ആണ്. ഇനി ഇതിന്റെ ഒന്നും കൂടി ട്രാൻസ്പോസ് എടുത്താൽ എനിക്ക് എന്തെങ്കിലും കിട്ടും, ഇതിന്റെ ഒന്നും കൂടി ഞാൻ ട്രാൻസ്പോസ് എടുത്താലോ, ഈ റോന് നമ്മൾ കോളാക്കി ചെയ്തില്ലേ, ഈ റോനും കോളാക്കി ചെയ്തു. അപ്പൊ എനിക്ക് എന്തെങ്കിലും കിട്ടി, ഈക്വൽ ടു A എന്ന് കിട്ടും. അതാണ് ഞാൻ ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ട് എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി A പ്ലസ് B ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. A പ്ലസ് B ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. അടുത്ത പ്രോപ്പർട്ടി A മൈനസ് B ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് മൈനസ് B ട്രാൻസ്പോസ്. ക്ലിയർ അല്ലേ? അതിന്റെ അടുത്ത പ്രോപ്പർട്ടി K ഇൻറ്റു A ദ ഹോൾ ട്രാൻസ്പോസ്. K is any constant ആണ്. K ഇൻറ്റു A ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, K ഇൻറ്റു A ട്രാൻസ്പോസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി, ശ്രദ്ധിച്ചോളൂ. AB ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണ്. ശ്രദ്ധിക്കുക, AB ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് ഇൻറ്റു B ട്രാൻസ്പോസ് എന്ന് എഴുതരുത്. AB ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണ്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഏതിന് ബേസ് ചെയ്തായിരിക്കും, ഈ പ്രോപ്പർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കാണാൻ പറ്റുക. AB ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. അതായത് ശ്രദ്ധിക്കുക, ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, ഇഫ് A ഈക്വൽ ടു എന്തെങ്കിലും ഒരു മെട്രിക്സ്, ഇപ്പൊ A ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തു 1 2. ഇനി ശ്രദ്ധിക്കുക, B ഈക്വൽ ടു 3 4 ഒരു മെട്രിക്സ്. ഇനി ചോദ്യമായിരിക്കും വെരിഫൈ AB ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇതിന്റെ ഓർഡർ എന്താണ്, A ന്റെ ഓർഡർ എന്തായിരിക്കും, ഇവിടെ എത്ര റോ ഉണ്ട്, ഇതൊരു റോ ഇതൊരു റോ അല്ലെ. അപ്പോ 2 by 1 ആണ് A ന്റെ ഓർഡർ. ശരിയല്ലേ? അടുത്തതോ ഒരു റോ ബട്ട് 2 കോളമാണ് അല്ലെ. അപ്പോ 1 by 2 ആണ് B ന്റെ ഓർഡർ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വെരിഫൈ AB ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഇതാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, AB എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലെ. അതായത് A ഇൻറ്റു B. അപ്പൊ A ഇൻറ്റു B ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് A ന്റെ കോളവും B ന്റെ റോയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പോസിബിൾ ആവുള്ളൂ, AB പോസിബിൾ ആവുള്ളൂ. ഇവിടെ A ന്റെ കോളവും B ന്റെ റോയും ഈക്വൽ ആണ്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, AB ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ A ഇൻറ്റു B ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ഉത്തരം എന്തായിരിക്കും നോക്കാം. A ഇൻറ്റു B ചെയ്താൽ എന്ത് കിട്ടും, നമ്മൾ എങ്ങനെ ചെയ്യാം, 1 ഇൻറ്റു, അതായത് ഈ റോ ഉണ്ട് ഈ കോളത്തിന് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, 1 into 3
3. അടുത്തതോ ഈ റോ കൊണ്ട് ഈ കോളത്തിന്, അതായത് 1 into 4. അടുത്തതോ 2 into 3 6 കിട്ടും. അടുത്ത എലമെന്റ് 2 into 4 8 കിട്ടും. അപ്പൊ എ ബി എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 2 3 4 6 8 ആണ്. ഇനി എന്ത് ചെയ്യാം? എ ബി ഹോൾ ട്രാൻസ്പോസ്. എ ബി ഹോൾ ട്രാൻസ്പോസ് ഒക്കെ എന്തായിരിക്കും? ഈ റോയിനെ കോളേറ്റ് ചെയ്ത് അല്ലെ, അതായത് 3 4 6 8. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എനിക്ക് LHS കിട്ടി അല്ലെ. LHS ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 3 6 4 8. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് എന്താണ്? RHS. RHS വരുമ്പോ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ബി ട്രാൻസ്പോസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ ആദ്യം എഴുതാണ് ബി ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസ് എനിക്ക് എന്തായിരിക്കും? റോയിനെ കോളേറ്റ് ചെയ്തതാണ് അല്ലെ. ബി ട്രാൻസ്പോസ് കിട്ടുന്നത് 3 4 ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്തത് ഇനി എന്ത് കണ്ടുപിടിക്കണം? എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എന്തായാലും അപ്പോ 1 2 അല്ലെ. അതിൽ നമ്മള് എഴുതുമ്പോൾ നമുക്ക് എന്തായാലും കിട്ടുക? ഇങ്ങനെയായിരിക്കും കിട്ടുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യേണ്ടി വരും? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ റോ കൊണ്ട് ഈ കോളത്തിന് അല്ലെ. അപ്പൊ 3 into 1 3 into 1 എന്ത് കിട്ടും? 3. അടുത്തത് 3 into 2 3 into 2 എന്ത് കിട്ടി? 6. അടുത്തത് 4 into 1 3 to 4. അടുത്ത 4 into 2 3 to 8. ഇതാണ് ഇപ്പൊ നമ്മളെന്ത്? RHS. ഇത് LHS. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? RHS. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് എന്താ വന്നത്? LHS ഈക്വൽ ടു RHS. ഇപ്പൊ നമ്മൾ വെരിഫൈ ചെയ്തു. എ ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇതുപോലത്തെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ കാണാൻ പറ്റുക. അതൊന്ന് എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ക്ലിയർ അല്ലേ? ഇത്രയാണ് പ്രോപ്പർട്ടീസും കൂടി നമുക്ക് നോക്കാം. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സിലെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞു പോയത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് ഓർത്തഗണൽ മെട്രിക്സ്. അടുത്തത് നോക്കാനുള്ള ടോപ്പിക്കാണ് ഓർത്തഗണൽ മെട്രിക്സ്. ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഓർത്തഗണൽ മെട്രിക്സ്. ഓർത്തഗണൽ മെട്രിക്സിനെ പറ്റി കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ജസ്റ്റ് നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ്? ഓർത്തഗണൽ മെട്രിക്സ് എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഓർത്തഗണൽ മെട്രിക്സ് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇഫ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐ എന്നൊരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ഇങ്ങനെ വരുന്ന മെട്രിക്സിനാണ് നമ്മൾ എന്താ പറയാ? ഓർത്തഗണൽ മെട്രിക്സ് പറയാ. അതായത് എനിക്ക് എ പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടാകും. ഞാൻ ചെയ്യുന്നത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്തു. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉത്തരം ഐ എന്ന് കിട്ടുകയാണെങ്കിൽ, ഐ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇപ്പൊ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ എന് എനിക്ക് എന്ത് പേര് പറഞ്ഞ് വിളിക്കാൻ പറ്റും? ഓർത്തഗണൽ മെട്രിക്സ് എന്ന് വിളിക്കാം. ക്ലിയർ ആയില്ലേ? അപ്പൊ ആ പോയിന്റ് എന്തായാലും ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയി പഠിക്കാനുള്ളതാണ് സിമെട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ശ്രദ്ധിക്കുക. സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ എ ബി എൻ സ്ക്വയർ മെട്രിക്സ് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് കിട്ടുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് പറയാൻ പറ്റും? എ പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആണ്. ശ്രദ്ധിക്കുക. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആണ്. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. എ ഈക്വൽ ടു എ ഈക്വൽ ടു ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എ ട്രാൻസ്പോസ് എടുക്കണം. എനിക്ക് എന്ത് കിട്ടും? ഈ റോയിൽ ഞാൻ കോളേറ്റ് ചെയ്തു അല്ലെ. ഇനി ഈ റോയിൽ ഞാൻ കോളേറ്റ് ചെയ്തു. ഈ റോയിനെ കോളേറ്റ് ചെയ്തതാണ് അല്ലെ. ഇപ്പൊ എന്താ കിട്ടിയത് നോക്കുക. ഈക്വൽ ടു എനിക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? ഈക്വൽ ടു എ എന്നല്ലേ കിട്ടിയത്. ഇതാണ് നമുക്ക് എന്താ പറയാ? സിമെട്രിക് മെട്രിക്സ്. അതായത് എ ട്രാൻസ്പോസ് എടുത്തപ്പോഴും എനിക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? എ തന്നെ കിട്ടുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പേര് പറഞ്ഞ് വിളിക്കാൻ പറ്റും? സിമെട്രിക് മെട്രിക്സ്. ക്ലിയർ അല്ലേ? ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ എ ബി എൻ സ്ക്വയർ മെട്രിക്സ് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പേര് പറഞ്ഞ് വിളിക്കാൻ പറ്റും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം.
അതും ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിക്കുക, ഞാൻ ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതിയാൽ ഇതിന്റെ എ ട്രാൻസ്പോസ് ഒന്ന് എടുക്കൂ, എന്ത് കിട്ടും? റോയിന് കോളായിട്ട് എഴുതണം അല്ലെ, 0 2 3 അല്ലെ. അടുത്ത റോ -2 0 4, അടുത്തത് -3 -4 0 അല്ലെ. ശ്രദ്ധിക്കുക, അപ്പൊ എ ട്രാൻസ്പോസ് എടുത്ത് ഈക്വൽ ടു ഇത് നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് പറയാൻ പറ്റും? ഈക്വൽ ടു ഇതിപ്പോ -a ആയില്ലേ, അതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതായത് എ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എന്തായിരുന്നു? -a എന്ന് കിട്ടി. എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a എന്ന് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് പേര് പറഞ്ഞു വിളിക്കാം? സ്ക്യൂ സിമെട്രിക്. ക്ലിയർ അല്ലേ? അപ്പൊ സിമെട്രിക് എന്താണ്, സ്ക്യൂ സിമെട്രിക് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി ശ്രദ്ധിക്കുക, ഇഫ് എ ബി എൻ സ്ക്വയർ മെട്രിക്സ് നമുക്ക് ഒരു കണ്ടീഷൻ കൂടി പറയാൻ പറ്റും. എ പ്ലസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതിന്റെ പ്രൂഫ് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എ ബി എൻ സ്ക്വയർ മെട്രിക്സ് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ശ്രദ്ധിക്കുക, അതായത് ബി പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്, ഈക്വൽ ടു ഞാൻ എന്താക്കി എടുക്കുന്നു? എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. ബി ഈക്വൽ ടു എനിക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ സിമെട്രിക് ആയിരിക്കും പറഞ്ഞു അല്ലെ. സിമെട്രിക് ആയിരിക്കും പറഞ്ഞാൽ ശരിക്കും എനിക്ക് എന്താ കിട്ടുന്നത്? ബി ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഈക്വൽ ടു എന്തിനെ വന്നെത്തണം? അവസാനം ബി എന്നെ വന്നെത്തണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമെട്രിക് എന്ന് പറയാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക, നമുക്ക് എടുത്തിരിക്കുന്നത് ബി ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഞാൻ അടുത്തത് എടുക്കുന്നു ബി ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇതിനും ഹോൾ ട്രാൻസ്പോസ് ഉണ്ട്, അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ക്ലിയർ അല്ലേ? ഇനി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. അത് നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചില്ല. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ്? എ ആണ് അല്ലെ. അപ്പൊ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എടുത്തതിന് എനിക്ക് എന്തിനു കിട്ടും? എ എന്ന് കിട്ടും അല്ലെ. അപ്പൊ എ ട്രാൻസ്പോസ് പ്ലസ് എ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈക്വൽ ടു ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതിക്കൂടെ? അത് നമ്മൾ മെട്രിക്സ് അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതായത് എ പ്ലസ് ബി ചെയ്താലും ബി പ്ലസ് എ ചെയ്താലും ഈക്വൽ ആണ്. അപ്പൊ എ ട്രാൻസ്പോസ് പ്ലസ് എ ചെയ്താലും എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതിയാലും ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ എനിക്ക് ഇതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതാം. അപ്പൊ എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതിക്കഴിഞ്ഞാൽ ഈക്വൽ ടു നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാൻ പറ്റും? ബി എന്ന് പറഞ്ഞൂടെ അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ എടുത്തത് ബി ട്രാൻസ്പോസ് ആണ്. ഈക്വൽ ടു അവസാനം എനിക്ക് എന്ത് കിട്ടി? ബി എന്ന് കിട്ടി. ഇപ്പൊ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? സിമെട്രിക് മെട്രിക്സ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ അടുത്തത് പറഞ്ഞ എന്താണ്? എ മൈനസ് എ ട്രാൻസ്പോസ്. എ പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ മൈനസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതിന്റെ പ്രൂഫ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ സി പറഞ്ഞ മെട്രിക്സ് എടുത്തു. സി ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ് ആണെന്ന് ഞാൻ പറയുന്നു. സി ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ്. ഇത് സ്ക്യൂ സിമെട്രിക് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. സ്ക്യൂ സിമെട്രിക് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സി ട്രാൻസ്പോസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടണം? മൈനസ് സി എന്ന് കിട്ടണം. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ അടുത്ത് എന്ത് ചെയ്യാണ്? സി ട്രാൻസ്പോസ്. സി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇവിടെ എങ്ങനെയാവും? എ മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ക്ലിയർ അല്ലേ? ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ അല്ലേ? ഇനി ഇപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്താണ്? എ ആണ്. ഇതുവരെ ക്ലിയർ ആയില്ലേ? ഇനി ശ്രദ്ധിക്കുക, ഈ ഇതിന്റെ രണ്ടിൽ നിന്നും ഞാനൊരു മൈനസ് കോമൺ ആയി പുറത്തെടുത്താൽ, രണ്ടിൽ നിന്ന് മൈനസ് കോമൺ ആയി പുറത്തെടുത്താൽ എനിക്ക് എന്ത് കിട്ടും? മൈനസ് കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ടേം മൈനസ് ആകും, മൈനസ് ആയിട്ടുള്ള ടേം എന്താകും? പോസിറ്റീവ് ആകും. അപ്പൊ ശരിക്കും എനിക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അതായത് ഇവിടെ നിന്ന് തന്നെ ഒരു മൈനസിനെ പുറത്തെടുത്തു. മൈനസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിന്റെ രണ്ടിന്റെയും സൈൻ ഓപ്പോസിറ്റ് ആകും. അപ്പൊ ഇതിന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവ് ആയിട്ടത്. ഇതിന്റെ സൈൻ നെഗറ്റീവ് ആയി മാറും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നെഗറ്റീവ് ഇട്ടത്. ക്ലിയർ അല്ലേ? ഈക്വൽ ടു ഇതിപ്പോ എന്തായി മാറി?
മൈനസ് സി ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? എന്നാൽ സി ട്രാൻസ്പോസ് എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? മൈനസ് സി എന്ന് കിട്ടി. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പേര് പറയാൻ പറ്റും? അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഇതുവരെ? ഇനി ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എ ബി എൻ സ്ക്വയർ മെട്രിക്സ്, ഒരു എ വൺ ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. എ വൺ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. അതായത് എ വൺ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന് എന്ത് ഫോർമാറ്റിലേക്ക് എനിക്ക് എഴുതാൻ പറ്റും? പി പ്ലസ് ക്യൂ എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അതിൽ പി പറയുന്നത് സിമെട്രിക്കും ക്യൂ പറയുന്നത് സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. വേർ പി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസും ആൻഡ് ക്യൂ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസും ചെയ്താൽ നമുക്ക് എന്താക്കി മാറ്റി എഴുതാം? എ പറഞ്ഞ ഒരു മെട്രിക്സിനെ എന്ത് ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ പറ്റും? സിമെട്രിക് പ്ലസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉള്ള ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അത് എങ്ങനെ മാറ്റി എഴുതണം? സിമെട്രിക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസും, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസും. ക്ലിയർ അല്ലേ? അതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് ചെയ്താലും മതി. നോക്കിക്കോളൂ. ശ്രദ്ധിക്കുക. ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് മാത്രമേ. എ ഈക്വൽ ടു 1 2 3 4 ആണെങ്കിൽ, എ ഈക്വൽ ടു 1 2 3 4 ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു അതിന് സിമെട്രിക് ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ? സിമെട്രിക് പ്ലസ് യു സിമെട്രിക്. അപ്പൊ പി എങ്ങനെ എഴുതാൻ പറ്റും? പി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് അല്ലെ? അതായത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. എ ഇതാണ്. അപ്പൊ എ ട്രാൻസ്പോസ് എന്തായിരിക്കും? 1 2 3 4. ക്ലിയർ അല്ലേ? അപ്പോ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, അതായത് 1 പ്ലസ് 1 1 പ്ലസ് 1 ശ്രദ്ധിച്ചോളൂ. എ പ്ലസ് എ ട്രാൻസ്പോസ്. അപ്പൊ 1 പ്ലസ് 1 എന്തായി? 2 2 പ്ലസ് 3 5 3 പ്ലസ് 2 5 4 പ്ലസ് 4 8. അപ്പൊ പി എനിക്ക് കിട്ടി ഹാഫ് ഇൻറ്റു 2 5 5 8 ആണ്. ക്ലിയർ അല്ലേ? ഇനി ക്യൂ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ശ്രദ്ധിക്കുക, ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. 1 മൈനസ് 1 0, 2 മൈനസ് 3 മൈനസ് 1, 3 മൈനസ് 2 1, 4 മൈനസ് 4 0 അല്ലെ? ശ്രദ്ധിക്കുക, ഇതെനിക്ക് സ്ക്യൂ സിമെട്രിക്, ഇത് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും, ഇത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു എ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതി പോകാൻ പറ്റും? സിമെട്രിക് പ്ലസ് സ്ക്യൂ സിമെട്രിക്. ആണെങ്കിൽ ജസ്റ്റ് ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. ഈ രണ്ട് മെട്രിക്സും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കുക. പി പ്ലസ് ക്യൂ ചെയ്ത് നോക്കുക. പി പ്ലസ് ക്യൂ ചെയ്താണെങ്കിൽ എന്ത് കിട്ടും? ഹാഫിന് വേണമെങ്കിൽ നമുക്ക് കോമണായി പുറത്തിട്ടു. ഹാഫിന് കോമണായി പുറത്തിട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം അല്ലെ? 2 പ്ലസ് 0 2 തന്നെയാണ്. 5 മൈനസ് 1 കിട്ടും അല്ലെ? 5 മൈനസ് 1 എന്ത് കിട്ടും? 4 കിട്ടും. അടുത്തത് 5 പ്ലസ് 1 6 കിട്ടും. അടുത്തത് 8 പ്ലസ് 0 എത്ര കിട്ടി? 8 കിട്ടി അല്ലെ? ഹാഫ് ഇൻറ്റു ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ? അപ്പൊ ഹാഫിന് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇത് 1 ആയി മാറും. അതായത് 2/2 1. അടുത്തത് 4/2 4/2 2. അടുത്ത 6/2 3. അടുത്ത 8/2 4 അല്ലെ? ഈക്വൽ ടു എന്താ ഇപ്പൊ കിട്ടി? ഈക്വൽ ടു എനിക്ക് എന്തിനു കിട്ടി? എ തന്നെ കിട്ടിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് എ പറഞ്ഞ ഒരു സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് എന്ത് ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ പറ്റും? സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ സിമെട്രിക് മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ് എഴുതുക? പി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസും, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എങ്ങനെയായിരിക്കും? ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസും ചെയ്താൽ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? എ പറഞ്ഞ ഒരു മെട്രിക്സിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കില്
അടുത്ത എക്സസൈസും കൂടി നിങ്ങൾക്ക് സിമ്പിൾ ആയി ചെയ്തു പോകാം. അതായത് 3.3യും കൂടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തു പോകാം. അതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.